ടി ഉത്തർപ്രദേശിലെ ഈ ബന്ദ ജയിലിൽ കഴിഞ്ഞിരുന്ന മുക്താർ അൻസാരി, മുമ്പ് SP-യുടെയും BSP-യുടെ ഒക്കെ MLA ആയിരുന്ന ഉത്തർപ്രദേശിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന ഒരു ഡോൺ, അയാൾ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഇപ്പോൾ ബിന്ദ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൃദയാഘാതം എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ ഒരു മിസ്റ്റീരിയസ് കഥാപാത്രമാണല്ലോ. ഇപ്പോൾ കേൾക്കുന്ന ഇന്ന് രാവിലെ അയാളുടെ ശവസംസ്കാരം നടക്കുകയാണ്. അയാളുടെ ഭാര്യ പോലും വന്നിട്ടില്ല. ഭാര്യ അപ്സ അൻസാരി, അവരും ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഗാങ്സ്റ്റർ ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഒളിവിലാണ്. ഭർത്താവിൻ്റെ ശവസംസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയില്ല. മക്കൾ രണ്ടുപേരും, മരുമകൾ, എല്ലാവരും ഗുണ്ടകളായ ഒരു ഫാമിലി. ഈ UP-യിലൊക്കെ എന്താ ഇങ്ങനെ? മിസ്റ്റീരിയസ് ക്യാരക്ടറൊന്നും അല്ല മുക്താർ അൻസാരി. ഇത് UP-യിലെ സാഹചര്യം ഒരുപക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ മാറി. അന്നത്തെ സാഹചര്യം ഈ ഒരു ഇടത്തരം പ്രഭുക്കന്മാർ എന്നൊക്കെ പറയുന്ന നാട്ടുരാജാക്കന്മാരായിട്ട് മുക്താർ അൻസാരിയെ പോലുള്ളവർ വാഴുന്ന ഏരിയയാണ് ഉത്തർപ്രദേശ്. അതിന് പ്രോത്സാഹനമായിട്ട് നമ്മുടെ ഒരു 1970 ആയപ്പോൾ പൂർവാഞ്ചൽ പ്രദേശം, അത് തീരാ വികസന പ്രദേശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1000 കോടി രൂപയുടെ മറ്റോ പ്രോജക്ട്സ് പല രീതിയിൽ റെയിൽവേ അത് ഇതൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിൽ കോൺട്രാക്റ്റ് പിടിക്കുക, കോൺട്രാക്റ്റ് പിടിച്ചിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുക്കും, അതിൻ്റെ കമ്മീഷനാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ബലപ്രയോഗത്തിലൂടെയൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ആൾക്കാർ പൊങ്ങി വന്നു. ബിജേഷ് സിംഗ്, ഈ മുക്താർ അൻസാരി, ഇവർക്ക് മുമ്പൊക്കെ ഇവരെക്കാൾ വലിയ ഗുണ്ടകളുണ്ടായിരുന്നു. അവരുടെ അസിസ്റ്റൻ്റായിട്ട് പഠിച്ചിട്ടാണ് ഇവർ വരുന്നത്. അപ്പം ഇത് പതുക്കെ ഒരു ചെറിയൊരു വർഗീയ നിറം ഇതിന് വന്നു. ഈ മുക്താർ അൻസാരി ഒരു മുസ്ലിം ആയതുകൊണ്ട് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളുടെ ഒരു ഹീറോയായിട്ട് ഇയാളെ അവർ കൊള്ളക്കാരനാണെങ്കിലും അവരുടെ മതത്തിൻ്റെ ആണല്ലോ, കൊള്ളയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവരുടെ മതത്തിൻ്റെ ഒരാൾ. അപ്പോൾ മുക്താർ അൻസാരിയെ കൈക്കലാക്കി കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കയ്യിൽ വരും എന്നുള്ള തത്വം വെച്ചിട്ട് ഈ BSP, സമാജ്വാദി പാർട്ടി, ഇവരൊക്കെ, പിന്നെ മുലായം സിംഗ് സ്വയം ഒരു ഗുണ്ടയാണ്, ഗുസ്തി ഫയൽവാനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലത്തെ കലാപരിപാടികളുള്ള ആൾക്കാരോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്തു. അവരാണ് പൊളിറ്റിക്സ് തീരുമാനിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് മുക്താർ അൻസാരി ഈ രണ്ടുപേരെ ഉപേക്ഷിച്ചു, BSP ഉപേക്ഷിച്ചു, SP ഉപേക്ഷിച്ചു. എന്നിട്ട് ക്വാമി ഏക്താ ദൾ പുതിയ അതിൽ ചേർന്നു. അല്ല, നേരത്തെ ഉണ്ട് അത്, ക്വാമി ഏക്താ ദൾ. അതിൽ ചേർന്നു. അത് ഗുണം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി. ഇതൊക്കെ ഇയാൾക്ക് ചെയ്യാൻ കാരണം മുസ്ലിം വോട്ട് ബാങ്ക് ഇൻടാക്റ്റ്. ഇതിനിടയ്ക്ക് ഇയാൾ കാണിച്ചൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാങ്സ്റ്റേഴ്സിലൊന്നും പെടാത്ത വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻറ്റിനെ കൊല ചെയ്തു. അവിടുത്തെ UP-യിലെ. അപ്പം എന്തായി, ഈ മുക്താർ അൻസാരിക്കെതിരെ ആരൊക്കെ ഉണ്ടോ അവർ ഹിന്ദുക്കളാണോ അവരെ ഹിന്ദുക്കളും പിന്തുണയ്ക്കാൻ തുടങ്ങി. വെറും കൗണ്ടർ ഇക്വേഷൻ എന്നുള്ളതിന് മഹാപോക്രിയും ഗുണ്ടയുമാണ് ഇവൻ. ബട്ട് സ്റ്റിൽ ഹീ ഈസ് എ ഹിന്ദു. ഏതായാലും ഇപ്പുറത്ത് ഇതാണല്ലോ കൺസോൾട്ടേഷൻ, എന്നാൽ ഇപ്പുറത്തെ. ബട്ട് ആ കൺസോൾട്ടേഷൻ വിജയിച്ചില്ല. കാരണം ഈ ഹിന്ദുക്കൾ പെട്ടെന്നുള്ളൊരു വികാരത്തള്ളിച്ചയിൽ ഒരു തീരുമാനമൊക്കെ എടുക്കുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പൊക്കോട്ടെ എന്നൊക്കെ വിടും. മുസ്ലിങ്ങൾ അങ്ങനെയല്ല, അവർ സ്ട്രോങ് ആയിട്ട് മുക്താർ അൻസാരി കൊള്ളുന്നു. അപ്പോൾ മുക്താർ അൻസാരി എപ്പോഴും ഹീറോ ആയിട്ട് നിന്നു. പക്ഷേ ഈ ആളുകളെ കൊന്ന് തള്ളുന്ന ഏർപ്പാടില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കോൺട്രാക്റ്റ് കിട്ടാനായിട്ട് ടെൻഡർ ഫില്ല് ചെയ്തു എന്നുള്ള കുറ്റത്തിന് കൊന്നുകളയുക, ഇങ്ങനെയൊക്കെ കേസിൽ സാക്ഷി പറഞ്ഞത് കൊല്ലുക. സാക്ഷിയെ 2-3 പേരെ കൊന്നുകളഞ്ഞു. അപ്പോൾ പക്ഷേ കേസുകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് കേസുകൾ വിട്ടുപോയൊന്നുമില്ല. പല തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജാമ്യത്തിലിറങ്ങി, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ മുക്താർ അൻസാരിക്ക് എതിരായിട്ട് ആദ്യമായിട്ട് BJP-യുടെ സ്ഥാനാർത്ഥി ജയിച്ചു അവിടെ. 2014 തെരഞ്ഞെടുപ്പിൽ ഓർമ്മയുണ്ടോ? മണ്ഡലത്തിൽ ഇങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചു മുക്താർ അൻസാരി വാരാണസിയിൽ. ലാസ്റ്റ് മിനിറ്റിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. പോട്ടെ, ഞാനിതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിച്ചു. മുക്താർ അൻസാരി ഈ കളിയൊക്കെ കളിച്ച് UP-യിൽ നിൽക്കക്കളിയില്ലാതായി കഴിഞ്ഞപ്പോൾ പഞ്ചാബിലെ സുഹൃത്തുക്കൾ മുക്താർ അൻസാരിയെ പഞ്ചാബിലേക്ക് കടത്തി. പഞ്ചാബിൽ കോൺഗ്രസ് ഭരണമാണെന്ന്.
ഉത്തർപ്രദേശ് സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അൻസാരിയെ വേണമെന്ന് പറയും, പഞ്ചാബ് കൊടുക്കില്ല, അങ്ങർക്ക് ലോങ് ജേർണി നടത്താനുള്ള ആരോഗ്യമില്ല എന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ഇയാളെ സംരക്ഷിച്ചു. അത്ഭുതം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ വില്ലനായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അന്ന് മുക്താർ അൻസാരിയെ യു പിയിലേക്ക് തിരിച്ചയക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച ആളാണ്. എനിക്ക് ഈ പൊളിറ്റിക്സിൽ നടക്കുന്ന ഇടാകൂടങ്ങളുണ്ടല്ലോ. കാരണം മുക്താർ അൻസാരിയെ തിരിച്ചു വിടണം എന്നൊരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ആ വോട്ട്, ഹിന്ദു വോട്ട് തനിക്ക് അനുകൂലമാകും എന്ന് കണ്ടിട്ടോ മറ്റോ ആണ് കേജ്രിവാൾ പറഞ്ഞു. അങ്ങനെയല്ല, കുറ്റവാളിയെ കൈമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ വെച്ചു. അതെ, മുക്താർ അൻസാരിയെ തിരിച്ച് യു പിയിലേക്ക് വിടണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നിട്ട് യോഗി ആദിത്യനാഥ് നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഗുണ്ടാരാജ് അവസാനിപ്പിക്കും, സകല ഗുണ്ടകളെയും അമർച്ച ചെയ്യും. അപ്പോൾ തന്നെ ആളുകൾക്ക് പേടിയായി തുടങ്ങി. ഈ പറഞ്ഞ പോലെ മുക്താർ അൻസാരി വിൽ ബി ഹിസ് ടാർഗറ്റ്. ബട്ട് മുക്താർ അൻസാരി ജയിലിലാണ്. പഞ്ചാബിൽ നിന്ന് യോഗി ഒറ്റപ്പിടുത്തം പിടിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് ഉത്തർപ്രദേശിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ജയിലിലാക്കി. സംഗതി പൊക്കോണ്ടിരുന്നു. പക്ഷേ മറ്റ് ഗുണ്ടകളെയൊക്കെ യോഗി കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ആ രീതി കണ്ടു കഴിഞ്ഞപ്പോൾ മുക്താർ അൻസാരിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് ഏകദേശം തീർച്ചയായും. അപ്പോഴത്തേക്ക് ഈ മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഇയാളുടെ പിന്നിൽ നിന്ന് പോയി. കാരണം ഇയാൾ ശുദ്ധ പോക്കൃത്തരം, ഈ ലൈറ്റ് മെഷീൻ ഗൺ അത് അയാൾക്ക് വേണം. അന്ന് 2004 ഉത്തർപ്രദേശിലെ ഒരു ഗുണ്ടാരാജാവിനും ലൈറ്റ് മെഷീൻ ഗണ്ണില്ല, LMG ഇല്ല. ഇയാൾ പട്ടാളത്തിൽ നിന്ന് ഓടി വന്ന ഒരു യാദവുണ്ട്, പപ്പു യാദവ് റസംബടി, മറ്റേ ഇൻഫേമസ് പപ്പു യാദവ് അല്ല, ഇത് ഇവിടുത്തെ പപ്പു യാദവ്. ഈ പപ്പു യാദവിനെ കണ്ടുപിടിച്ചു ഇയാൾ. മിലിറ്ററിയും പപ്പു യാദവിൻ്റെ പിന്നാലെയുണ്ട്, അൻസാരിയും പിന്നാലെയുണ്ട്. അൻസാരി തോക്ക് വാങ്ങാനും മിലിറ്ററി ഇവനെ പിടിച്ചുകൊണ്ട് പോകാനും, മിലിറ്ററിയിൽ നിന്ന് ഒളിച്ചോടിയവനെ. അപ്പോൾ ഏതായാലും മിലിറ്ററിക്ക് കിട്ടിയില്ല, പക്ഷേ അൻസാരിക്ക് കിട്ടി. അൻസാരി ഇവനെ കോണ്ടാക്ട് ചെയ്തു. അവൻ പറഞ്ഞു ഞാൻ സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തി. പിന്നെ ഇത് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ശൈലേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു IPS ഓഫീസറാണ് ഇതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നത്. ശൈലേന്ദ്ര സിംഗ് മുക്താർ അൻസാരിയുടെ ടെലിഫോൺ ടാപ്പ് ചെയ്തിട്ട് ഇയാൾ ഈ LNGക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള തെളിവ്, LMG അതിന് ഉള്ള തെളിവും ഒക്കെ ആയിട്ട് പോട്ട എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. അത് വെച്ചിട്ട് മുക്താർ അൻസാരിയെ ചാർജ് ചെയ്തപ്പോൾ മുലായം സിംഗ് അത് പറഞ്ഞു അത് പറ്റില്ല, ആ FIR റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞു. ശൈലേന്ദ്ര സിംഗ് പറഞ്ഞു സാർ പറ്റില്ല, ഞാൻ എഴുതിയ പേര് ഞാനായിട്ട് തിരുത്തുന്ന പ്രശ്നമില്ല. UP പോലീസിൽ ഏകദേശം ഒരു റിവോൾട്ട് പോലെയായി. സകല പോലീസുകാരും നോ പറയാൻ തുടങ്ങി മുലായം സിംഗ് യാദവിൻ്റെ അടുത്ത്. ഇനി നിങ്ങൾ പറയുന്ന പോലെ കേസുകൾ ഫ്രെയിം ചെയ്ത് പോകാൻ പറ്റില്ല. മുലായം സിംഗ് വല്ലാതെ വിഷമിച്ചു. ശൈലേന്ദ്ര സിംഗിനെ സ്ഥലം മാറ്റി. പക്ഷേ അയാൾ ചാർജ് ചെയ്ത് കേസ് അത് ഇല്ലാതാക്കാൻ ആർക്കും ധൈര്യം വരുന്നില്ല. കാരണം ക്ലിയറാണ്, വോയിസൊക്കെ ഉണ്ട്. അന്നത്തെ ലാൻഡ് ലൈനിൽ റെക്കോർഡ് ചെയ്താണ്, ക്ലിയർ വോയിസാണ്, മൊബൈൽ പോലെ പറയൊന്നുമില്ല. അപ്പോൾ ഇത് ഫുൾ പ്രൂഫായി. ശൈലേന്ദ്ര സിംഗ് ദേഷ്യം വന്നിട്ട് അങ്ങേരെ രാഷ്ട്രീയത്തിൽ ചേരുക അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് ആ മനുഷ്യൻ അങ്ങേരുടെ പാട്ടിന് പോയി. ഏതായാലും മുലായം സിംഗ് അത് വിചാരിച്ച പോലെ UP പോലീസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമായി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് യോഗി വരുന്നത്. ഇപ്പോൾ യോഗി വന്നു കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥിതി എന്താവും എന്ന് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ജയിലിനുള്ളിൽ സുരക്ഷിതനായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ മരണം. ഇവരുടെ ഓപ്പറേഷൻസൊക്കെ വലിയ അത്ഭുതമാണ്. ഇത്തരം ആളുകളെ സുനിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഗുണ്ടാ നേതാക്കൾ അത് കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെയൊക്കെ അതൊരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ ബീഹാറിലോ UP എനിക്ക് ഓർമ്മകളിങ്ങനെ കുഴഞ്ഞു. ബറൗണി എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു, ഒരു ടാക്സി പിടിക്കുന്നു. ടാക്സി ഡ്രൈവർ ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ മുഖത്ത് ഇങ്ങനെ ഡയഗണലായിട്ട് വെട്ടുകൊണ്ടതിൻ്റെ പാടുണ്ട്. ഈ നെറ്റിയിൽ നിന്ന് കണ്ണിൻ്റെ അരികിൽ കൂടെ മൂക്കിലൂടെ ഈ കവിളത്തൂടെ ഇവിടം വരെ ഒരു പാട്. അത് തുന്നിച്ചേർത്ത് തൊലി ഇങ്ങനെ പാടി. ഭയങ്കര ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. പക്ഷേ സംസാരിക്കുന്ന വളരെ മാന്യമായിട്ടാണ്. IAS എന്നൊക്കെ പറഞ്ഞു
ഞാൻ ടാക്സിയിലിരുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, ഇതെന്താണ് മുഖത്തിങ്ങനെ? അപ്പോൾ അയാൾ പറഞ്ഞു, അതൊരു തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് വീട്ടുമുത്ത് നടന്നതാണ്. ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കേസോ? ടാക്സി ഡ്രൈവർ എങ്ങനെ തെരഞ്ഞെടുപ്പ് കേസിൽ പെടും? പുള്ളി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനൊരു ഗാങ്ങിൽ ചേരും, ടാക്സി ഓടിക്കൽ നിർത്തും, കാരണം ഭയങ്കര പൈസ കിട്ടുന്ന ഏർപ്പാടാണ്. ബൂത്ത് പിടിക്കുക. അപ്പം അന്ന് EVM ഒന്നുമല്ല, നമ്മുടെ ബാലറ്റാണ്. ഒരു വോട്ടിന് 1 രൂപ കിട്ടും. ബൂത്ത് പിടിച്ചെടുത്തിട്ട് ആ സാധനം വെച്ചിട്ട് ഇവർ പറഞ്ഞ ചിഹ്നത്തിൽ കുത്തി മടക്കി പെട്ടിയിലിടുക. അങ്ങനെ എത്ര വോട്ട് ചെയ്തോ അത്രയും രൂപ ആ ദിവസം കിട്ടും. എത്ര വർഷം മുമ്പ്? ഒരു വോട്ടിന് 1 രൂപ. ഇതൊരു 85 ഓക്കെ 84 85 1 രൂപ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ഒരു വോട്ടിന് 1 രൂപ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈ കഴിക്കുന്നവരെ ചെയ്യുക. മാത്രമല്ല, ആദ്യം പോയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ അടിച്ചോടിക്കണം, പോലീസുകാരെ അടക്കം അടിച്ചോടിക്കണം, പോളിംഗ് ഓഫീസർ അത് ഇതൊക്കെ എല്ലാത്തിനെയും അടിച്ചോടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ അതിന് തലേദിവസം ഈ പോളിംഗ് ഓഫീസറൊക്കെ ഈ സാധനമൊക്കെ ആയിട്ട് വരുമല്ലോ, പെട്ടി ബാലറ്റ് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അവരോട് ചോദിക്കും, രാത്രി എന്താ വേണ്ടേ, ഭക്ഷണം വേണോ, അതോ രാവിലെ മഞ്ഞൾ വെള്ളം മതിയോ, മഞ്ഞളിട്ട പാല് മതിയോ? അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഭക്ഷണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളാം. രാവിലെ മഞ്ഞൾപ്പൊടിയിട്ട പാല് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പണിയൊന്നും ഇവിടെ നടക്കില്ല, പോയി പണി നോക്കണം. തല്ല് മേടിക്കും. ഇപ്പം തല്ല് കൊണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ മരുന്ന് മഞ്ഞൾപ്പൊടി ഇട്ട പാലാണ്. അപ്പോൾ തല്ലും നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട പാല് കുടിക്കേണ്ടി വരും നാളെ രാവിലെ. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാം കോഡ് ഭാഷയിലാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, സാധാരണ ഇതിലെല്ലാവരും ഭക്ഷണം മതിയെന്ന് പറയും. പിന്നെ അവർ പോളിംഗ് അങ്ങോട്ട് വരില്ല. ഞങ്ങളാണ് പെട്ടിയും ബാലറ്റുമായിട്ട് പോളിംഗ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ തന്നെ ഇരിക്കും, ഞങ്ങൾ തന്നെ കുത്തിപ്പെട്ടിയിലിടും, സീൽ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്കും. ഇതുമായിട്ട് ജില്ലാ കളക്ടറേറ്റ് പൊക്കുമെന്ന് പറയും. ഇതാണ് സംഭവം. അപ്പോൾ അതിനിടയ്ക്ക് ഈ 2-3 ഗ്യാങ്ങുണ്ട്. ഈ ഒരാൾക്ക് ഒരു വോട്ടിന് 1 രൂപ എന്ന് പറയുമ്പോൾ മറ്റേ ആൾ 1.5 രൂപ തരും, അല്ലെങ്കിൽ 1.25 രൂപ തരും. അപ്പോൾ അയാളുടെ ഗ്യാങ് ഉണ്ടാവും. പിന്നെ ഇതിൽ നിന്ന് മറ്റേ ഗ്യാങ്ങിലേക്ക് മാറുന്നവരുണ്ട്. അപ്പുറത്ത് നിന്ന് 1.25 കിട്ടുമല്ലോ, അവനാണ് ഏറ്റവും കൂടുതൽ അടിമേടിക്കുന്നത്. പുള്ളി പറഞ്ഞു, ഒരിക്കൽ വാക്ക് കൊടുത്താൽ അതിലും വലിയ ടെൻഡർ വന്നു എന്ന് പറഞ്ഞിട്ട് വാക്ക് മാറാൻ പാടില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തെമ്മാടിത്തരത്തിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഭീകരമായി. അവൻ പറഞ്ഞു, ഒരു തവണ ഞാനിത് തെറ്റിച്ചു, കാരണം മറ്റേ ടീം പറഞ്ഞു 1.5 രൂപ തരാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലുമാറി ഇവർ ചുമ്മാ ഇരിക്കുക. അവിടെ വെച്ച് പോളിംഗ് ബൂത്തിൽ വെച്ച് അടിയും വെട്ടും കുത്തുമൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ വെട്ട് കിട്ടി. പക്ഷേ ഞാൻ കാല് മാറിയെടുത്ത് തന്നെ നിന്നു. വെട്ട് കിട്ടിയിട്ടും അവിടെ വെച്ച് ഡ്രസ്സ് ചെയ്തും പിടിച്ചുമൊക്കെ ഞാൻ ആവുന്നത്ര വോട്ട് ചെയ്ത് പെട്ടിയിലാക്കി പിന്നെ ആശുപത്രിയിൽ പോയി. ഇതാണ് ഈ പാട്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. പുള്ളി ചെയ്തൊരു മഹാകാര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രസംഗിക്കാറില്ലേ, ജനാധിപത്യം തകർന്നു പോയി, മണ്ണാങ്കട്ട. ഇതൊക്കെ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ജനാധിപത്യം ചുമ്മാ പെട്ടിയിലാക്കി ഇതുപോലത്തെ ഗുണ്ടകൾ കൊണ്ടുപോകും. അല്ല, ബാലറ്റ് തിരിച്ചു പറഞ്ഞത് പറയുന്നത്. ഞാൻ തിരിച്ച് അവിടുന്ന് ഞാൻ മുഗൾ സരായ് അതിന് തൊട്ട് മുമ്പ് ചെറിയൊരു സ്റ്റേഷനാണ്, പക്ഷേ ആ പേര് മിസ്സാവുന്നു. ഇവിടെ ഞാൻ തിരിച്ച് ഡൽഹിക്ക് വരാനായിട്ട് ട്രെയിൻ കയറാൻ നിൽക്കുന്നു. ഒരു 2 മണിക്കൂറുണ്ട് ട്രെയിൻ വരാൻ. അപ്പോൾ ഞാൻ ആ നഗരം, ചെറിയൊരു നഗരമാണ്, ചുമ്മാ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ഒരു സൈക്കിൾ റിക്ഷക്കാരനുണ്ട്. ഈ സൈക്കിൾ റിക്ഷയുടെ മുകളിലത്തെ ആ തട്ടി ഇങ്ങനെ മടക്കി പുറകോട്ട് വയ്ക്കാമല്ലോ, ഓപ്പണായിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചുറ്റി നടന്ന് കാണാം. അപ്പോൾ അയാൾ പറഞ്ഞു 5 രൂപ ഫുൾ ഞാൻ ചുറ്റി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു 2 രൂപയെ തരുള്ളൂ. അതെന്ത് 2 രൂപയ്ക്ക് ഇത്രയൊന്നും ചവിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2 രൂപ 5 രൂപ ഇന്നാണ് നിസ്സാരമൊന്നും വലിയ തുകയാണ് സാർ. അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സഫാരി സ്യൂട്ടിട്ട കാഴ്ചയിൽ മാന്യനായ ഒരാൾ നരച്ചിട്ടുണ്ട് ആ സ്യൂട്ട് ഉപയോഗിച്ച് വരുന്നു. സൈക്കിൾ റിക്ഷയിൽ കയറിയിരിക്കുന്നു. ചലോന്ന് പറയുന്നു. ഇവൻ സൈക്കിൾ റിക്ഷ എടുത്തുകൊണ്ട് പോകും. എന്നോട് സംസാരിച്ച് നിന്നവനാണ്. ഞാൻ അന്തം വിട്ടുപോയി. ഇതെന്തൊരു മര്യാദകേട്. ശരി, എന്തുവായിക്കോട്ടെ, എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞൊക്കെ പോയി ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ
അവിടെ ഈ സൈക്കിൾ റിക്ഷ നിർത്തിയിരിക്കുന്നു. ഇവനും റിക്ഷക്കാരനുണ്ട്. ഞാൻ ചോദിച്ചു, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരാൾ ചലമെന്ന് പറയുന്നു, താൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഞാനെന്ത് പൊട്ടനാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, ദാ നിൽക്കുന്നു കക്ഷി. അപ്പോൾ ഈ സഫാരി സൂട്ടിട്ട ആൾ അവിടെ പാൻ റെഡിയാക്കി, അത് അവരുടെ സ്റ്റൈലുണ്ട്, നിൽക്കുകയാണ്. അവിടെ 3-4 പേര് ഭവ്യതയുടെ ഇങ്ങയുടെ മുമ്പിൽ നിൽപ്പുണ്ട്, നിൽക്കുകയോ പറഞ്ഞിട്ട് സാബ് 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 എന്നൊക്കെയാണ് സംസാരം. ഞാൻ ചോദിച്ചു, ആരേ ഈ കക്ഷി? അപ്പോൾ ഇവൻ പേര് പറഞ്ഞു, എന്തോ ഒരു സംതിങ് യാദവ്. ഇവിടുത്തെ ഈ നഗരം ഭരിക്കുന്ന തമ്പുരാനാണ്. വേണമെങ്കിൽ അയാളോട് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാം. ഞാൻ പിടിക്കാനായിട്ട് ഞാൻ നെഗോഷിയേറ്റ് വന്നിട്ടുണ്ടപ്പോൾ വണ്ടി നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി, വേറെ വണ്ടിയും ഉണ്ടായിരുന്നില്ല, എന്തന്യായമാണ് എന്നൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചില്ലേ, അവിടെ പോയി ചോദിച്ചാൽ മതി. ഞാൻ നോക്കിയപ്പോൾ വശപ്പശകാണ് ചോദിച്ചു. കാരണം ഇവൻ പറഞ്ഞ് ഇത് കിരീടം വയ്ക്കാത്ത രാജാവ്. എനിക്കറിയാം ഇവരെയൊക്കെ. ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ പട്നയ്ക്ക് പോകുന്ന വണ്ടി, ഫ്രം നാഗ്പൂർ ടു പട്ന, ആ വണ്ടിയിൽ ഇടയ്ക്ക് ഈ ഉത്തരേന്ത്യയിലൊരു സ്വഭാവമുണ്ട്, ചില ഈ കൃഷിയുള്ള സീസണിൽ വണ്ടിയിൽ തിരക്കേ ഉണ്ടാവില്ല. പലപ്പോഴും ഒരു ബോഗിയിൽ 3-4 പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം ഒരു ഫാമിലി കയറിയിരിക്കുന്നു, നല്ല ഹൈറ്റും ഇതൊക്കെയുള്ളൊരു മനുഷ്യൻ. അയാൾ 2 പിള്ളേർ ഭാര്യയൊക്കെ ആയിട്ട് വന്നു. അയാൾ ഓരോ പെട്ടിയായിട്ട് ഇങ്ങനെ മുകളിലത്തെ ബെർത്തിൽ വയ്ക്കുന്നു. ബെർത്തിൽ വയ്ക്കുമ്പോൾ അയാളുടെ സഫാരി സൂട്ട് ഇങ്ങനെ പൊങ്ങുമല്ല പെട്ടിയിൽ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ പുറകിലൊരു റിവോൾവർ. എനിക്ക് വല്ലാത്ത അസ്വസ്ഥയായി. ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനെ ഫാമിലിക്കാരനാണ്, പക്ഷെ അപ്പോഴും തോക്ക് കയ്യിലുണ്ട്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തും കൂടെ പാഞ്ഞു പോകുന്ന തീവണ്ടി. ആ ബോഗിയിലൊരു മനുഷ്യനില്ല. ഞാൻ അപ്പുറത്ത് പോകുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ തിരിച്ചു വരും. ഇനിയിപ്പോൾ ഞാൻ മാറിക്കഴിഞ്ഞാൽ കുഴപ്പമായി, എൻ്റെ ബാഗും അവിടെ ഇരിപ്പുണ്ട്. കുറേ കഴിഞ്ഞ് ഞാൻ സകല ശക്തിയും സംഭരിച്ചിട്ട് ഞാൻ അങ്ങേരോട് ചോദിച്ചു, ആപ് കഹാ ജാ രഹേ? അപ്പോൾ അങ്ങേര് പറഞ്ഞു പട്ന. അപ്പോൾ തിരിച്ച് എന്നോട് ചോദിച്ചു, ആപ് കഹാ ജാ രഹേ? ഞാൻ പറഞ്ഞു, ഞാനും പട്ന. ആപ് ഇധർ കാ നഹീ ഹൈ? കണ്ടറിയാമല്ലോ ഞാൻ. ഉത്തർപ്രദേശ് ബീഹാർ ഒന്നുമല്ല, ഇത് മദ്രാസിയാണ് സാധനം. ചോദിച്ചു, എന്നെ ഇങ്ങോട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിവരമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങളുടെ കയ്യിലൊരു തോക്കുണ്ടല്ലോ അരയിൽ പുറകിൽ, എന്തിനാണ് ആ തോക്ക്? അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഒരു ലൈസൻസ് എടുത്താൽ നിങ്ങൾക്കും കൊണ്ടു നടക്കാം, വാങ്ങിച്ചു വരണം. ഞാൻ പറഞ്ഞു, അതല്ല, എന്തിനാണതെന്നാണ് എൻ്റെ ചോദ്യം. ഒരു തോക്ക് ഒരു ധൈര്യത്തിന്. എനിബഡി ക്യാൻ അറ്റാക്ക് മീ. ഞാൻ പറഞ്ഞു, അതൊരു നല്ല എക്സ്പ്ലനേഷൻ അല്ല. വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് തോക്ക്? നിങ്ങൾക്കാണെങ്കിൽ ഒരു ഗുണ്ടാ ലുക്ക് ഇല്ലതാൻ. നിങ്ങൾ ഒരു ക്രിമിനൽ ലുക്കൊക്കെ ഏകദേശം എനിക്കും തിരിച്ചറിയാനുള്ള പ്രായവും യാത്രയൊക്കെ ആയി മൊത്തം ഇന്ത്യയിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ അഹങ്കാരം. ഏതായാലും അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു, ഐ എം എ പോലീസ് ഓഫീസർ. ഞാൻ പറഞ്ഞു, ഇതാദ്യം പറയണ്ടേ. അപ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം നേരെ ടെൻഷൻ. പുള്ളി പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ വന്ന് കയറിയപ്പോൾ 3 പോലീസുകാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ ബാഗ് അകത്തേക്ക് കൊണ്ടുവന്നത്. സല്യൂട്ട് അടിച്ചിട്ടാണ് അവർ തിരിച്ചു പോയത്. ഞാൻ പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ വേറെ എവിടെ വായി നോക്കിയിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഈ പെട്ടി മുകളിൽ റിവോൾവർ കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ചു പോയത്. ഇതൊക്കെയാണ് ഈ ഉത്തർപ്രദേശ് ബീഹാറിലേക്ക് സിറ്റുവേഷൻ. ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ഇപ്പം ഈ ധൈര്യം നടക്കുകയൊന്നുമില്ല. എവരിവെയർ യോഗി വന്നതിന് ശേഷം എന്താ മനുഷ്യന് ഇത്രയധികം പിന്തുണ കിട്ടാൻ കാര്യം? ലോ ആൻഡ് ഓർഡർ തിരിച്ചു വന്നു, നിയമവാഴ്ച തിരിച്ചു വന്നു. ഈ റോബിൻ ഹുഡ്സിനെ, ഈ തെമാടികളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവനൊന്നും ഒരു ചുക്കുമല്ല. 2 അടി കൊടുത്ത് പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു കൊടുക്കും. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കഥയാണ് ഇയാൾക്ക് സ്ലോ പോയിസണിങ് നടത്തി അങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞു. വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നു. അതിനൊരു മജിസ്റ്റീരിയൽ എൻക്വയറിയും യോഗി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ, യോഗി സർക്കാർ അതിന് മടിക്കാത്ത സർക്കാരാണ് എന്നെനിക്കും തോന്നാറുണ്ട്. കാരണം ചില കാര്യങ്ങൾക്ക് ഈ ഒരു അവസാനം വേണ്ടേ. അതെ, ചിലതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കയിലെ അവർ ഒബാമയുള്ളപ്പോൾ ഒബാമയ്ക്കൊരു നോട്ട് കൊടുത്തതാണ്. ഞങ്ങളുടെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് ഒരാൾ ടെററിസ്റ്റാണെന്ന് ബോധ്യം വന്നാൽ
അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ വിചാരണ ഇതിന് പോയി കഴിഞ്ഞാൽ ഇവനെ ശിക്ഷിക്കാൻ പറ്റില്ല. വി മസ്റ്റ് ബി ഗിവൺ ദ റൈറ്റ് ടു ഫയർ അറ്റ് ഹിം ആൻഡ് കിൽ ഹിം. ഒബാമയ്ക്ക് നോട്ട് കൊടുത്തു. ഒബാമ ഞെട്ടിപ്പോൾ എന്താ വിചാരണ കൂടാതെ വെടിവെച്ച് കൊല്ലാന് അതൊന്നും പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമേരിക്ക ജനാധിപത്യം അവർ പറഞ്ഞു ജനാധിപത്യമൊക്കെ ശരി അങ്ങനെയാണെങ്കിൽ വേണ്ട. ബട്ട് സ്റ്റിൽ FBI ഡസ് ദാറ്റ്. കാരണം നിവൃത്തിയില്ല സുനിൽ. ഈ തെളിവൊക്കെ കോടതിയിൽ പിച്ചിക്കറിയൊക്കെ വന്ന് ഇവൻ രക്ഷപ്പെടും. ഇവനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. ഫൈനലി യു ഹാവ് ടു ഫിനിഷ് ദിസ് ഫെലോ ഇൻഫോർമലി. അപ്പോൾ അത് മുക്താർ അൻസാരിയുടെ കാര്യത്തിൽ ജയിലർമാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UP-യിലെ അക്രമത്തെ നേരിടാൻ മറ്റ് മാർഗമില്ലാഞ്ഞിട്ടാണ്. ഞാൻ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിച്ച് പറയുകയില്ല. ബട്ട് യു ഡ്രൈവ് ദ ഏജൻസീസ് ടു സച്ച് എ പോയിൻറ്റ്, മതിൽ വരെ നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു തള്ളും. ആൻഡ് ഒരു പ്രവചനമായിട്ട് ഞാൻ പറയുകയാണ്, ഈ സാധനം കേരളത്തിൽ നടക്കും താമസിയാതെ. കാരണം കേരളത്തിലെ ഗുണ്ടകളെ മുഴുവൻ തൻ്റെ വശത്താക്കിയിട്ട് കേരളത്തിലെ ഭീതിയുടെ വരുതിയിൽ കൊണ്ടുവരാൻ പിണറായി വിജയൻ കറക്റ്റായിട്ട് പ്ലാനിങ് നടത്തുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അതിന് പോലീസ് ഓഫീസേഴ്സ് കൂട്ടുനിൽക്കുന്നുണ്ട്. ഒരുപാട് പോലീസുകാർക്ക് ഇതിൽ റിവോൾട്ടുണ്ട്. യു ക്യാൻ എക്സ്പെക്ട് ദിസ് ബിഫോർ 26 ഇലക്ഷൻസ്. കേരളത്തിൽ ഇതുപോലത്തെ വെടിവെപ്പോ സംഗതിയുണ്ട്. നമ്മുടെ ഒരു ധാരണയുണ്ട്, കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കില്ല. കേരളത്തിലാണ് ആരാത് ഏത് പൂജാരിയാണ് ഇവിടെ വന്ന് രവി പൂജാരി വെടിവെപ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. എയർഗൺ വെച്ച് വെടിവെച്ചിട്ടുണ്ട്, യഥാർത്ഥ ഗൺ വെച്ച് പിടിച്ചിട്ടില്ല. അതെ, ഈ നമ്മളുടെ ചന്ദ്രൂരുണ്ടായിരുന്ന മിഥില ബാറിൻ്റെ ഉടമസ്ഥൻ എവിടെ പോയി ആ കേസ്? നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ട് ഇതൊക്കെ അങ്ങ് മറന്നു കളയുകയാണ്. കേരളം ആ മാഫിയയുടെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ ഇത്തരം ഫോഴ്സസിനെ യൂസ് ചെയ്യുന്നു. ലുക്കറ്റ് ഈ TP ചന്ദ്രശേഖരൻ, അതിൽ വാടക കൊലയാളികളാണ് യൂസ് ചെയ്തത്. ഈ കൊടിസുനി, ട്രൗസർ മനോജൻ, അവരിവരെന്നൊക്കെ പറയുന്നത് സ്ട്രോങ് CPM മെമ്പേഴ്സൊന്നുമല്ല. CPM-ൻ്റെ സഹായം മറ്റ് ചില കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ തല്ല് കിട്ടാതിരിക്കാനായിട്ട് CPM-ആയിട്ട് ബന്ധമുണ്ട് അവർക്ക്. CPM-ഉം ഇവരെ ഉപയോഗിക്കും. ഇപ്പോൾ CPM അണികളെ ഡയറക്റ്റ് കൊലപാതകത്തിന് കിട്ടില്ല, ആ സ്ഥിതിയായി. കാരണം വലിയ പ്രയാസമാണ് അതിൻ്റെ കേസ്. അത് മുടിവയ്ക്കുക, വീട്ടുകാർക്ക് ചിലവ് കൊടുക്കുക. പഴയ പോലെ CPM-ൻ്റെ യന്ത്രം ചലിക്കുന്നില്ല. സോഷ്യൽ മീഡിയ വന്നതോടെ ഇത് ലീക്കാവാനും തുടങ്ങി ഓപ്പറേഷൻസ്. അതുകൊണ്ടാണ് അവർ ഗുണ്ടകളെ എംപ്ലോയ് ചെയ്തത്. ഇനിയിപ്പോൾ ഗുണ്ടകളെ അവർക്ക് രക്ഷയുള്ളൂ. അതിൻ്റെ ടെസ്റ്റ് ഡോസ് അവർ പല രീതിയിൽ നടത്തുന്നുണ്ട്. നമ്മളുടെ ഈ യാത്രയുണ്ടല്ലോ, പിണറായി വിജയൻ്റെ നവകേരള യാത്ര, അന്ന് ഇറങ്ങിയ DYFI SFI ടീം അവർ ഗുണ്ടകളാകാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിയാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രൊട്ടക്ഷൻ കൊടുത്തു. അവർ ഇതാണ് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ട് ഒരു ചളിപ്പുമില്ലാതെ ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിലോ മറ്റോ പുള്ളി ജനാധിപത്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ? അമേരിക്ക നമ്മളോട് ചോദിക്കുന്നു. എന്നാണ് പിണറായി വിജയൻ അമേരിക്കയോട് ഇത്ര വലിയ ബഹുമാനം തുടങ്ങിയത്? കേരളത്തിലെ സർക്കാരുകളെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു പറഞ്ഞിരുന്ന പാർട്ടി. അതെ, CIA കാശ് വാങ്ങിച്ചാണ് വിമോചന സമരം നടത്തിയതെന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ ആളാണ് തോമസ് ഐസക്. ഹെൻറി കിസിഞ്ചറുടെ പുസ്തകത്തിൽ അതുണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും മനസ്സിലാവില്ല. ഇവർ റഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്ന് കാശ് മേടിച്ചു, വിമോചന സമരക്കാരൻ അമേരിക്കയിൽ നിന്ന് കാശ് മേടിച്ചു. അവർക്ക് കാശ് വേണ്ടേ? സംഭാവന ഇവിടുന്ന് മേടിച്ചാൽ എന്താ? ഇപ്പോൾ അതാണല്ലോ മികവ് എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അക്ഷയപാത്രമാണ് ജനങ്ങൾ. ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തെ ജനങ്ങൾ മുഴുവനുമാണ്. കാരണം അത്രയും പേര് വിചാരിച്ചാലേ ഇത്രയും കാശ് കിട്ടുകയുള്ളൂ. സോ ഈ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ പോലും അടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ കൂടിക്കൂടി വരുന്നു. അതായത് അന്ന് 2002-2004 മുലായം സിംഗ് യാദവ് UP ഭരിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. സോ മലയാളികൾ വളരെ സൂക്ഷിച്ച് ജീവിക്കണം. ഇത് നേരിട്ട് കാണാത്തത് കൊണ്ട് മലയാളികൾക്ക് ഇതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാത്തതാണ്. ഞാനിത് നേരിട്ട് കണ്ടവനാണ്. എനിക്കറിയാം ദ ടെറർ വിച്ച് ദേ ഇമ്പോസ് ഓൺ യുവർ മൈൻഡ്. എന്നെപ്പോലൊരു മനുഷ്യൻ, ഞാൻ അന്നും ഇതുപോലെ ആശുവാണ് കാണാനൊക്കെ.
അതിൻ്റെ ടെറർ ഭീകരമാണ്. ഒരു തോക്ക് ഒരാളുടെ കയ്യിൽ തോക്കുമായിട്ട് ഒരാൾ മുമ്പിലിരിക്കുന്നു, ഒരാൾ നമ്മുടെ വണ്ടി ചുമ നമ്മളെ എൻഗേജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു, വണ്ടി വെറുതെ അങ്ങോട്ട് കയറി ചലവെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. യു ആർ നോബഡി. അതെ അതെ. എന്ത് ജനാധിപത്യം? ആര് നിങ്ങളെ സംരക്ഷിക്കാൻ? ഞാൻ അവിടെ കിടന്ന് ഒറ്റ അടിക്ക് എൻ്റെ കഥ കഴിച്ചു കളയാം. എൻ്റെ ശവം പോലും കിട്ടില്ല. മേ ബി 3-4 മാസം കഴിയുമ്പോഴാണ് ഇന്ന സ്ഥലത്ത് ലാസ്റ്റ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും എവിടെ അവിടെ എങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ഇവിടെ ആരറിയാനാണ്? അന്ന് ഫോണുമില്ല, ഒന്നുമില്ല, അഡ്രസ്സില്ലാത്ത മനുഷ്യൻ. ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഈ അരാജകത്വം കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് മനഃപൂർവ്വം പിണറായി വിജയൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ജനങ്ങൾ പേടിക്കുന്നവരാണ്. ബാക്കി ധൈര്യമൊക്കെ അഭിനയിക്കുന്നതാണ്. എല്ലാവർക്കും പേടിയാണ്. കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഭയപ്പെടുത്തി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ അത് നല്ലതാണ് ടി. കാരണം അങ്ങനെയൊക്കെ ഉണ്ടായാലേ, പിണറായി ഒരു മുലായം സിംഗ് ആയാലേ നാളെ ഒരു യോഗി വരും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ പറയുന്നുണ്ടല്ലോ, അല്പം അൺപാർലമെൻ്ററി ആയ ഒരു വാക്ക് ഞാൻ ഇപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കുന്നു, ഞാനത് ഉപയോഗിക്കാറില്ല, എന്നാലും പറയുകയാണ്. മോദി തന്തയില്ലാത്തവനാണ്, പിണറായി തന്തയില്ലാത്തവനാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിന് കേസുണ്ടാകുമെന്ന് പറഞ്ഞു? രണ്ടാമത്തേത്. ആദ്യത്തതിന് ഒരു കേസും ഉണ്ടാവില്ല. അതെ, ഒന്നും ഉണ്ടാവില്ല. പ്രശംസിക്കപ്പെടും. BJP-ക്കാരൻ പോലും അവനെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അവരാണ് മോദിയെ സംരക്ഷിക്കാൻ ആദ്യം ചാടിയിറങ്ങുന്നത്. അവർ പോലും എന്ത് കാര്യം വെറുതെ പോട്ടെ എന്ന് ചോദിക്കും. ഇതങ്ങനെയല്ല. ഇത് പിടിച്ചുകൊണ്ട് പോയി UAPA ചേർക്കും, UAPA വകുപ്പിട്ട് പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഈ മനുഷ്യൻ വലിയ ജനാധിപത്യവാദിയും മറ്റേ ആൾ ഫാസിസ്റ്റുമായിട്ട് നിൽക്കുന്നു. ഈ നരേറ്റീവ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരുടെ സാമർഥ്യം. ഈ നരേറ്റീവ് പൊളിക്കാൻ BJP ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ ആവർത്തിക്കാം, ടി ജി ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ പോട്ടെ, എങ്കിലേ ഒരു യോഗി ആദിത്യനാഥ് കേരളത്തിലും ഉണ്ടാവും. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.